മേ ഞാൻ ട്യൂഷന് പോവാട്ടോ. പോയിട്ട് വാ. ഓക്കെ ബൈ. ഞാൻ ഒന്ന് എളുപ്പം വാടക എന്തുവാ ഇത്? ശശി സാറ് പറഞ്ഞേ പരീക്ഷ നടത്തുന്നു, നീ വല്ലതും പഠിച്ചോ? പഠിപ്പിച്ചല്ല, എനിക്ക് പച്ചവെള്ളം പോലെ ഓർമ്മയുണ്ട്. അതുപോലല്ലേ നമ്മുടെ സാറെ കൊണ്ട് പഠിപ്പിച്ചേ. അത് ശരിയാ. എന്നാ വാ നടക്ക. അഖിലേ അതങ്ങനല്ല, ഞാൻ പൈതോസ് തീർന്ന് പഠിപ്പിച്ച ഓർമ്മയുണ്ട്. അതുവഴി ചെയ്യുവാങ്കിലേ 2 സ്റ്റെപ്പ് കുറച്ച് ചെയ്താ മതി. കളയില്ലേ? അയ്യോ ഇതെങ്ങനല്ല, ഇങ്ങനല്ല. ഞാൻ പറഞ്ഞുതരാം. ഒന്നും ഓർമ്മയില്ലല്ലോ. ഇത് എളുപ്പമല്ലേ പഠിക്കാം, വളരെ സിമ്പിളാ. മറന്നുപോയോ? ഒരു കുഴപ്പമില്ല, നമുക്ക് ആദ്യം തൊട്ട് പഠിക്കാം. ഇതുപോലെ വട്ടത്തിൽ ഒരു സർക്കിൾ വരച്ചു. ഒരു ഡയമീറ്റർ വരച്ചു. ഈ ഡയമീറ്ററിന്റെ സെന്റർ കണ്ടുപിടിക്കണം. ഈ സെന്റർ കണ്ടുപിടിച്ച് അവിടുന്ന് മേലോട്ട് വര വരയ്ക്കണം. ആ മേളിൽ നിന്ന് താഴോട്ട് വീണ്ടും ഒരു വരയ്ക്കണം. ഇപ്പൊ നമുക്ക് ട്രയാങ്കിൾ കിട്ടും. അങ്ങനെ ചെയ്താൽ മതി, വളരെ സിമ്പിളാ. മനസ്സിലായോ? ശരിയാ ഭയങ്കര സിമ്പിളാ. എടാ സത്യം പറയാലോ, ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു വക എനിക്ക് മനസ്സിലാവുന്നില്ല. ആകെ ഉള്ളൊരു ആശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ട്യൂഷനാ. ഈ ട്യൂഷനും എല്ലാം പഠിപ്പിക്കുന്നതുകൊണ്ട് എക്സാമിന് 4 അക്ഷരം എഴുതാൻ പറ്റുന്നത്. പിന്നെ എന്റെ കാര്യം അങ്ങനെ തന്നെ. അങ്ങോട്ട് എഴുത്. സാർ ഗുഡ് മോർണിംഗ്. പേപ്പറിന്ന് വൈകിട്ട് തരാം. സാറേ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറയുന്നത് കേട്ട്. എന്തിന്റെയാ? ഒരു കൊച്ചിനെ വെളിയിൽ ഇറക്കി നിർത്തിയെന്ന് പറഞ്ഞേ അതിന്റെ അച്ഛൻ കൊണ്ടുവന്ന് കംപ്ലൈന്റ് കൊടുത്ത്. ഇപ്പൊ വരുന്നുണ്ട് അവര്. പണ്ടത്തെ നമ്മുടെ കാലം ഓർമ്മയുണ്ടോ? പിന്നെ ഇല്ലയോ, എന്തോരോ അടികൾ വാങ്ങിക്കൂട്ടിയതാ. അയ്യോ ഇപ്പോഴും എന്റെ ചന്തിക്ക് നിറച്ചാ പാടാ. പക്ഷെ എന്നാലും നമുക്ക് അതുകൊണ്ട് ദോഷമൊന്നും വന്നില്ല. അടി കിട്ടിയന്മാരൊക്കെ രക്ഷപ്പെട്ടു. അതെ, ഇന്നത്തെ പിള്ളേരെ ഒന്നും അടിക്കാനോ ഒന്നും വഴക്ക് പറയാൻ പോലും പറ്റത്തില്ല. കാലം മാറിപ്പോയില്ലേ സാറേ. കെയറിങ് പേരൻസ്. എന്നാലും അതിനൊരു ചെറിയ ശാസ്ത്രീയ വശമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ആ ശാസ്ത്രീയ വശം അത്ര അങ്ങോട്ട് ദഹിക്കുന്നില്ല. ദഹിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ ഇതുപോലെ മീറ്റിങ്ങിലൊക്കെ വിളിച്ചു നിർത്തി അപമാനം സഹിക്കേണ്ടി വരും. നമ്മുടെ സ്കൂളിലെ നമ്മുടെ മാത്സ് ആറ് ക്വസ്റ്റിന്റെ ഫസ്റ്റ് അക്ഷരം അങ്ങോട്ട് എഴുതുമ്പോഴേ ചാടി പിടിച്ച് അതിന്റെ ആൻസർ പറയുമ്പോൾ ഒരു സുഖമുണ്ട്. അത് വേറെ ലെവലാ. എടാ ആ സമയത്ത് ക്ലാസ്സിലെ പെൺപിള്ളാരുടെ ഒരു നോട്ടം ഉണ്ടോ? ഓ രോമാഞ്ചം. ഇങ്ങനെ എഴുന്നേറ്റിരിക്കും. അപ്പോൾ ഉള്ള ഒരു ഹീറോയിസം ഉണ്ടല്ലോ. പിന്നെ നമ്മളെ സ്കൂളിൽ സാറ് പഠിപ്പിക്കാൻ പോകുന്ന ചാപ്റ്ററാ നമ്മളിന്ന് രാവിലെ നമ്മളെ ശശി സാറ് പഠിപ്പിച്ച. അതുകൊണ്ട് ഇന്ന് ഡബിൾ ഷോ കാണിക്കും. എളുപ്പം സമയം ഒരുപാട്. എളുപ്പം പോവാം. പിള്ളേരെല്ലാം കയറി തോന്നും. ക്ലാസ്സിട്ട് കയറിയല്ലോ. പിന്നെന്താ വാ. എന്താണോ ലേട്ടേ? അത് സാറ് ട്യൂഷന് പോയി. ട്യൂഷനോ? എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം. ട്യൂഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഇച്ചിരി സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ക്ലാസ് വെക്കാം. അത് നല്ലൊരു തീരുമാനം. ഞാൻ അതിനോട് യോജിക്കാം. അത് നല്ല ബെറ്റർ ക്ലാസ്സിൽ. ഇങ്ങനെ കുറെ ട്യൂഷൻ പോകുന്ന പിള്ളേരുണ്ട്. ഇത് കാണുമ്പോ എനിക്ക് അങ്ങ് ചൊറിഞ്ഞു കയറി വരും. സാറിന്റെ മോനോടെ ട്യൂഷന് പോകുന്നു. പ്രമോദ് സാറിന്റെ അവിടെ. സാറിന് തെറ്റ്, ആർക്കും അറിയത്തില്ല. സാറേ അത് ശരിയാണ്. പക്ഷെ എനിക്ക് അവരുടെ ഒരു ഇത് കാണുമ്പോൾ എനിക്കൊരു വല്ലാത്ത കൂട്ടാണ്. എന്താ സാറേ, ട്യൂഷൻ പിള്ളേർ മോശമാണോ? സാറേ ട്യൂഷൻ പിള്ളേർ മോശമാണെന്നല്ല, ഇവരുടെ ക്ലാസ്സിലെ ഒരു ഓവർ സ്മാർട്ട്നെസ് ഒക്കെ കാണുമ്പോണ്ടല്ലോ എനിക്കങ്ങ് വല്ലാത്ത. അപ്പൊ മക്കളെ നമുക്ക് 9ാമത്തെ ചാപ്റ്ററിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സാറേ എക്സിന്റെ ആൻസർ 2 ഇല്ലേ സാറേ? ക്വസ്റ്റ്യൻ ഒന്ന് പറയാനെങ്കിലും ഒന്ന് സമ്മതിക്കും. സാർ അതിന്റെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി വാല്യൂ ഓഫ് x ഇൻ ദി ട്രയാങ്കിൾ. ആ ചോദ്യം പോട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 2. സാറേ എനിക്ക് ക്വസ്റ്റ്യൻ നമ്പർ 2ന്റെ ആൻസർ 4 അല്ലേ? എടാ നീയൊക്കെ ട്യൂഷന് പോയി പഠിച്ചിട്ട് വന്നിട്ട് ഇവിടെ പഠിക്കാതിരിക്കുന്ന പിള്ളേരുണ്ട്. ചുമ്മാ ഇരിയോടെ കുശുമ്പ കേട്ടോ, കുശുമ്പ. പുള്ളിക്ക് നല്ല കുശുമ്പ. ഞാൻ പഠിക്കുന്നതിന്റെ കുശുമ്പ അല്ല, ഒന്നല്ല. എടാ ഇവന്മാര് കാരണം പല ക്വസ്റ്റ്യന് സാറിപ്പോ സ്കിപ്പ് ചെയ്യുവോ? നമ്മൾ ഇതൊക്കെ എവിടെ പോയി പഠിക്കാനോ? എടാ എന്നാ പിന്നെ നമുക്ക് ട്യൂഷന് പോയി പഠിച്ചാലോ? എന്റെ അച്ഛനോടെ ട്യൂഷന് പോകണമെന്ന് ഒരു തവണ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നീ സ്കൂളിൽ ശ്രദ്ധിക്കുന്നില്ല. നിനക്കെന്താണ് സ്കൂളിൽ ശ്രദ്ധിച്ചാല്? നല്ല സ്കൂളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ ട്യൂഷന് പോകേണ്ട ആവശ്യമില്ല. പിന്നെ സാറിന് വേണ്ട കേട്ടോ. അപ്പൊ എല്ലാരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. അപ്പൊ ഇവിടെ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 4. അപ്പൊ എക്സിന്റെ വാല്യൂ നമ്മൾ എക്സ് വാല്യൂ പ്ലസ് അപ്പൊ എക്സ് പ്ലസ് വൈ ഇൻറ്റു സാറേ അതാ എക്സിന്റെ അവിടെ റൂട്ട് മാറ്റിയാൽ കറക്റ്റ് ആയിട്ട് ഈക്വൽ ആയിട്ട് സാധനം വരത്തുള്ളൂ. അങ്ങനെ ചെയ്താൽ എന്തോ എന്ത് പറയാം, എന്നെ തെറ്റിക്കാതാ. എന്റെ വാല്യൂ ഞാനെന്തോ പറയാം. ഞങ്ങൾ അപ്പൊ എക്സ് പ്ലസ് വൈ ഒന്ന് വിട്ടോ. ഇതെന്തോടെ ഒന്നും മനസ്സിലാവുന്നില്ല. പറയുന്നതിന് മുമ്മാരെല്ലാം ചാടിക്കേറി പറയുക.
എടാ സാറ് പഠിപ്പിക്കുന്നതൊക്കെ ഭയങ്കര പാടുള്ള ഇക്വേഷൻ. ഞാനൊരു ഇക്വേഷൻ പറഞ്ഞ അവിടെ ആ സാധനം ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് എളുപ്പം ആൻസർ കിട്ടും. ഞാൻ ഇപ്പം കാണിച്ചു തരാം. എടാ ഈ എക്സിൻ്റെ അവിടെ ഇതിൻ്റെ കൂടെ ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ പടേന്ന് ആൻസർ കിട്ടും. നീ അങ്ങനെ അങ്ങോട്ട് നോക്കി ചെയ്യും. നിനക്ക് വല്ല മനസ്സിലായോ? എന്തുവാ ABC? സാർ ഇത് വെച്ച് എഴുതാൻ പറ്റും സാറേ. ഞാൻ XYZ വെച്ചല്ലേ ചെയ്തേ. എടാ ഞാൻ പറഞ്ഞ രീതി വെച്ചിട്ട് നിനക്ക് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ നിനക്ക് മാർക്ക് തരത്തില്ല. നീ തോറ്റുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ എഴുതടാ. നിന്നോട് മാത്രമല്ല എല്ലാവരും കൂടെ പറയുന്നത്. ഞാൻ പഠിപ്പിച്ച രീതി പഠിച്ചില്ലെന്നുണ്ടെങ്കിൽ ഞാൻ മാർക്ക് തരത്തില്ല. മര്യാദയ്ക്ക് അതേപോലെ എഴുതി കേട്ടോ. അയ്യോ ഇയാളിപ്പോൾ മാർക്ക് തന്നില്ല. നമുക്കിപ്പോൾ എന്തുവാ ബോർഡ് എക്സാമിന് ഇങ്ങനെയൊന്നും അല്ലല്ലോ പേപ്പർ നോക്കുന്നേ. നീ എഴുതടാ. പിന്നെ നമുക്കെന്തുവാ? നമുക്ക് അറിയാടാ. പോകാൻ പറ. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞ ഹോംവർക്ക് എല്ലാം ചെയ്തിട്ടുണ്ടോ? എല്ലാവരും ഒന്ന് എടുത്തേ. ചെയ്തോ? അവിടെ ചെയ്തോ? ചെയ്തിട്ടുണ്ടോ? എല്ലാരും ചെയ്തല്ലോ. ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. സാറേ ഇത് മൊത്തം ലേബറിന്റെ ഉത്തരവാ. ഇത് നോക്കി പകർത്തിക്കൊണ്ടെങ്കിൽ വന്നേ ഉമ്മാര്. ലേബറിന്റെ ഒക്കെ ഒന്ന് എഴുതിയേ. അപ്പൊ ഈ 3 പേരും ലേബറിന്റെ ഒക്കെ ഒന്ന് എഴുതിയേ. ഇന്നേക്ക് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ പഠിപ്പിക്കുന്ന രീതിയിലെ എഴുതി വെക്കാവൂന്ന്. ഞങ്ങളെന്ത് ചെയ്യാനാ? ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ ആരുമില്ല. പിന്നെ ആകെ ഉള്ള പുസ്തകം നോക്കി എഴുതി വെക്കേണ്ടി വരാനാ പറ്റുന്നത്. ഞാൻ ഇവിടെ ഇരുന്ന് പഠിപ്പിക്കുന്നത് എന്തുവാ മനസ്സിലാവുന്നില്ലയോ? ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. പഠിപ്പിക്കുന്നു മനസ്സിലാവുന്നില്ലയോ? ആരെ ഞങ്ങളിപ്പോ ഒന്നും പഠിപ്പിക്കുന്നൊന്നുമില്ല. നിങ്ങളോട് ഒന്നുകൂടെ പറയുക. ആർക്കെങ്കിലും എന്തേലും മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നോട് തുറന്നു പറയുക. ഞാൻ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നിടം വരെ പറഞ്ഞു. അത് മാത്രമല്ല സാറേ, ഇവന്മാർക്കേ നമ്മളെ ഭയങ്കര പുച്ഛോ. ഒരു കാര്യം ചെയ്യല്ലോ സാറേ, ഇന്ന് സാറിന്റെ ക്ലാസ്സേ ഞാൻ എടുത്താലോ? എടുത്തു. സാറേ സാറിന്റെ പീരീഡ് അല്ല ഇപ്പം മാത്സിന്റെ ക്ലാസ് ഞാൻ എടുക്കുന്നത്. ആർക്കെങ്കിലും എന്തൊരു വിരോധം ഉണ്ടോ? ഉണ്ടോ? അപ്പൊ ഞാൻ ഈ ബോർഡ് എഴുതിയേക്കുന്ന ക്വസ്റ്റ്യൻ ഉത്തരം ഇവിടെ എത്ര പേർക്ക് അറിയാം? നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കി. വേറെ ആരെങ്കിലും എണ്ണിയിട്ടുണ്ടോ? അവരൊന്നും എന്താ എണ്ണിക്കാത്ത? അവർക്ക് ഉത്തരവ് അറിയാത്തതുകൊണ്ട്. അതെന്താ അവർക്കറിയാത്ത? എന്താ അറിയാത്ത? സാറേ പഠിപ്പിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ലെങ്കിൽ എന്താ സാറുമായിട്ട് വീട് ചോദിക്കാത്തത്? അപ്പൊ പഠിപ്പിച്ച പോലെ മനസ്സിലായോ? മനസ്സിലായി. വീണ്ടും ചോദിക്കാനുള്ള മടി അതിനാരാ കാരണം എന്നറിയാവോ? നിങ്ങളാ. ഞങ്ങളോ? നിങ്ങൾ ക്ലാസ്സിൽ ഇങ്ങനെ എല്ലാ ഉത്തരം വിളിച്ചു പറയുമ്പോഴേ പഠിപ്പിക്കാൻ വരുന്ന സാറുമാര് എന്താ വിചാരിക്കുന്ന അറിയാവോ? എല്ലാവർക്കും എല്ലാം മനസ്സിലായത്. സാർ അവർക്ക് മനസ്സിലായില്ലെങ്കിൽ അവർക്ക് ചോദിച്ചുകൂടായോ? അവർക്ക് മാത്രം അറിയത്തില്ലെന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരുടെ മുമ്പിൽ താഴ്ന്നു പോകുന്നുള്ള ചിന്ത അതല്ലേ? നമുക്ക് ഇതിന്റെ ഉത്തരം സാറിനോടും ചോദിച്ചാലോ? എടാ എത്ര വട്ടം നിനക്ക് ഇത് പറഞ്ഞു തന്നടാ. നിനക്കൊന്നും മനസ്സിലായില്ലയോ? വേണ്ട, നാണെങ്കിൽ പിന്നെ എല്ലാവർക്കും ട്യൂഷന് പോകാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഉണ്ടാവണമെന്നില്ല. എന്റെ പൊന്ന് സാറേ, ഇവിടെ പഠിപ്പിക്കുന്ന ഒരു കുന്തവും മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ട്യൂഷന് പോയി പഠിക്കുന്നത്. അത് നിങ്ങളുടെ തോന്നല. ഇവിടെ പഠിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇല്ല സാറേ, ട്യൂഷനിലെ പഠിത്തം എന്താ ബെസ്റ്റായിട്ട് തോന്നാൻ കാരണം അതിന്റെ മെയിൻ റീസൺ നിങ്ങളവിടെ പൈസ കൊടുത്താൽ പഠിക്കുന്നത്. ഇവിടെ ഫ്രീ ആയിട്ടും. രണ്ടാമത്തെ കാര്യം അവിടെ കുറച്ച് പിള്ളേരേ ഉള്ളൂ. ഇവിടെ ഒരുപാട് പിള്ളേരാണ്. പിന്നെ കണക്കെത്ര പാടാൻ കാരണം പഠിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, ബേസിക്സ് അറിയാത്തതുകൊണ്ടാണ്. ബേസിക്സ് അറിയാത്തതുകൊണ്ടാണ് കണക്ക് പാടായിട്ട് തോന്നുന്നത്. നിങ്ങൾ ട്യൂഷനോടെ ബേസിക്സ് പഠിപ്പിച്ചായിരിക്കും പഠിക്കുന്നത്. ഇവിടെ അത് എല്ലാം പഠിപ്പിക്കാനുള്ള സമയം കിട്ടാറില്ല. അവർ പഠിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് പഠിക്കണം എന്നുള്ള തോന്നൽ അവർക്ക് വരണം. അതിന് നിങ്ങൾ സഹകരിക്കണം.